വർഗീസോപ്ലേ, വർഗീസിനെ പിതാവ് തിരക്കായിരുന്നു. എന്താ വിഷയം? വിഷയം വർഗീസിന്റെ ഇളയമോൻ ജോജി തന്നെ. വൈദികവട്ടം സ്വീകരിച്ച് ആദ്യ കുർബാന ചൊല്ലേണ്ടവൻ അവൻ. വർഗീസ് അപേക്ഷിച്ചിട്ടാ ഞാൻ സഭയുടെ നിലവിൽ ജോജിയെ ഉപരിപഠനത്തിനായി ഇറ്റലിയിലേക്ക് അയച്ചത്. വിദ്യാസമ്പന്നനായ ഒരു വൈദികനെ ഈ രൂപതയ്ക്ക് കിട്ടില്ലെന്ന് കരുതി അയാൾ പച്ചമട്ടം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നു. ലോഹം ഉപേക്ഷിച്ച് ഏതോ ഒരു കമ്പനിയിൽ അവിടെ ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇയാളെന്നാ മറുപടിയൊന്നും പറയാത്തത്? അവന് ദൈവവിളി ഇല്ലായിരിക്കും പിതാവേ. എന്നാലും ലോഹം ഉപേക്ഷിക്കാൻ മാത്രം അവിടെ എന്താ ഉണ്ടായെന്ന് അന്വേഷിക്കണം. എന്റെ കർത്താവേ, ഒരു വൈദികനാവാൻ റോമിലേക്ക് ഉപരിപഠനത്തിനെത്തിയ എന്റെ മുന്നിലേക്ക് എന്തിനാണ് കർത്താവെ നീ തള്ളിവിട്ടത്? ആ മാൻപേട കണ്ണുകളുള്ള മാലാഖി റോമിൽ നിന്ന് അവളുടെ താമസ സ്ഥലമായ ഈ ലണ്ടൻ മഹാനഗരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അവളുടെ ആ ചിരിയല്ലേ? കർത്താവിന് മാത്രം ധ്യാനിച്ചേർന്ന് എന്റെ മനസ്സിൽ, എന്റെ കണ്ണിൽ എന്തിനവളുടെ രൂപം നീ കാണിച്ചു തന്നു? ചൈനാവൻ മതിലിന്റെ പൊക്കമുള്ള സെമിനാരിയുടെ മതിൽ ചാടിക്കടക്കാൻ എന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചത് കർത്താവ് തന്നെയല്ലേ? പറയൂ, ഇനി ഈ ദാസൻ എന്താണ് ചെയ്യേണ്ടത്? എന്താ അങ്ങയുടെ അഭീഷ്ടം അതാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്റെ മുമ്പിലൂടെ അവൾ കടന്നു വരണം. എങ്കിൽ മാത്രമേ ഞാൻ ആ ജീവിതത്തിലേക്ക് പോകൂ കർത്താവേ. കർത്താവേ, സമയത്ത് തന്നെ അവൾ വരുത്തണേ. എന്നും പതിവ് പോലെ അവൾ തെറ്റിക്കാണ്ട് വരണേ കർത്താവേ. താങ്ക് യു സോ മച്ച് കർത്താവേ. ഹായ്. കണ്ടില്ലേ കർത്താവേ, എത്ര നാളെ അവളിങ്ങനെ മൈൻഡിലാണ് പോണത്? എന്ത് ധൈര്യമായിട്ട് പോയി വളച്ചോളാനോ? എങ്കിൽ ഞാൻ അവള് വിടില്ല കർത്താവേ, വിടില്ല ഞാൻ. അവൻ മലയാളിയാ, ജോജി വർഗീസ്. ഈശ്വരാ, ക്രിസ്ത്യാനി ചെറുക്കനോ? ഈ വിവരം എങ്ങനെ നാട്ടിലറിഞ്ഞ? നാട് ഭരിക്കുന്ന മന്ത്രിയുടെ മകളാ. ഇനി പത്രക്കാര് വല്ലതും വിവരം അറിഞ്ഞ നാണക്കേടാ. നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് സമയം കളയാതെ അച്ഛൻ ചിറ്റപ്പനെ വിളിച്ച് കാര്യം പറ. മീനാക്ഷിയെ പഠിപ്പിക്കാനാ ഇങ്ങോട്ട് അയച്ചത്. നമ്മളെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ. ഇതാ വിളിക്കൂ. ഹലോ, ശേഖരൻകുട്ടിയാ? കൊടുക്കാം. ആരാടോ? ചേട്ടനാ, ലണ്ടനിൽ നിന്ന്. ഏട്ടാ, നിനക്ക് തിരക്കില്ലല്ലോ? ഇല്ല, ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെടാതിരിക്കാം. അച്ഛനും കന്നേ, ഞാൻ പറയാം. ചിറ്റപ്പ, ഞാനാ വിനോദ്. വിനോദ്, 2-3 ദിവസമായല്ലോ മീനുട്ടി വിളിച്ചിട്ട്. അവൾക്ക് എക്സാം അല്ലേ? ഓ സോറി, എക്സാമിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. മീനാക്ഷിക്കൊരു പയ്യനുമായിട്ട് അടുപ്പം. അന്വേഷിച്ചപ്പോ ഒരു ക്രിസ്ത്യാനി ചെറുക്കനാ. കൊല്ലും ഞാൻ അവളെ. ഇതിന്റെ പേരിൽ എടുത്തിയാടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ കാര്യം അറിഞ്ഞതായിട്ട് ഭാവിച്ചാലാ കുഴപ്പം. ആ പയ്യന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വിനോദ് ഒരു കാര്യം ചെയ്യും, തന്ത്രപൂർവ്വം അവളെ നാട്ടിലെത്തിക്കും. ഹായ് മീനാക്ഷി. ജോജി, എന്താ എന്തുപറ്റി? എന്തിനാ കരയണേ? ജോജി, നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ നാട്ടിലേക്ക് പോവാ. എന്താ ഇങ്ങനെ പെട്ടെന്ന്? എന്റെ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. സീരിയസ് ഒന്നല്ലെന്ന് പറയുന്നത്, പക്ഷെ എനിക്കൊരു സമാധാനമില്ല. മീനു, ധൈര്യമായിട്ടിരിക്കേ. ഹൈ, അച്ഛനൊന്നും വരില്ലെന്നേ. ഞാനും വരാം നാട്ടിലേക്ക്. നമുക്ക് ഒരുമിച്ച് പോവാം. നീ എയർപോർട്ടിൽ നിന്നാ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. ഗുഡ് മോർണിംഗ്. ജോജി വർഗീസ്. യെസ്. എന്റെ കൂട്ടുകാർക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടണോ? നീ എയർപോർട്ടിലേക്കായിരിക്കും അല്ലേ?
നിനക്ക് മീനാക്ഷിയെ തന്നെ പ്രേമിക്കണം. മീനാക്ഷി ഇനി തിരിച്ചു വരില്ലടാ. അവളെ നാട്ടിലെത്തിക്കാനുള്ള ഞങ്ങളുടെ അടവായിരുന്നടാ അവിടെ അച്ഛന്റെ അറ്റാക്ക്. പാസ്പോർട്ട് നിനക്ക് ഹോം മിനിസ്റ്റർ മോളെ തന്നെ പ്രേമിക്കണല്ലടാ. ജോജി വർഗീസ് മാപ്പിള. Stop! Stop it! Stop! I'll call the police! അച്ചോട്ടാ, എന്താ അച്ഛന് പറ്റിയത്? ഇപ്പൊ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, നമ്മൾ വണ്ടിയിലേക്ക് കയറി. എന്താ വിജി? എന്താ നീ പറയുന്നത്? അച്ഛനെ എയർപോർട്ടിൽ പോയത്. തൽക്കാലം നീ ആരെയും ഒന്നും അറിയിക്കണ്ട. എന്താ സാർ? പുരുഷോത്തമ, എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തേക്കും. വണ്ടി തിരികെ എറണാകുളത്തേക്ക്. IG ചന്ദ്രദാസ് എവിടെയുണ്ട്? IG ഹോം സെക്രട്ടറി കൊച്ചി തന്നെ ഉണ്ട് സാർ. എന്തായിടോ? രാവിലെ 10:45 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ഡ്രൈവർ അച്യുതന്റെ മൊഴിയിൽ നിന്നും എയർപോർട്ടിൽ നിന്ന് കാറിൽ കയറുമ്പോഴാണ് മീനാക്ഷി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. അത് 3 മണിക്കൂർ മുമ്പ്. കാറിൽ നിന്നും അച്യുതനെ അവർ പുറത്താക്കി. അവരുടെ മുഖം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് അയാൾ വ്യക്തമായി പറയുന്നുണ്ട് സാർ. നീ പറഞ്ഞ ഞാനങ്ങ് തൊണ്ടോടാതെ വിഴുങ്ങുന്നു കരുതിയടാ. സത്യം പറയടാ. എന്താ എന്താ ഇത്? കഴിഞ്ഞ 30 വർഷമായിട്ട് ഇയാൾ എന്റെ വീട്ടിലെ ഡ്രൈവറാ. വിശ്വസിക്കാം? സോറി സാർ. സാരല്ല, പോട്ടെ, താനകത്തേക്ക് പോ. സർ, 10 മിനിറ്റ് മുമ്പ് ഒരു കോൾ വന്നിരുന്നു. മാഡമാണ് അറ്റൻഡ് ചെയ്തത്. വിജി, നമ്മുടെ മോള്. അവരെന്താ പറഞ്ഞത്? മോള് സുരക്ഷിതമായി അവരുടെ അടുത്തുണ്ടെന്ന് മാത്രം. പിന്നെ കട്ടായി. സാർ, മാഡത്തിന് വന്ന കോൾ നമ്പർ ട്രേസ് ചെയ്തോ? ട്രേസി ഇൻഫർമേഷൻ കൊടുത്താണ് സാർ. ഹലോ. ഇനി ഈ വീട്ടിലേക്ക് വരുന്ന എല്ലാ കോൾസും ട്രേസ് ചെയ്യണം. ഓക്കെ സാർ. ഇപ്പൊ മാഡത്തിന് വന്ന ലാസ്റ്റ് കോൾ കൽക്കട്ടയിൽ നിന്നാണ് സാർ. കൽക്കട്ടയിൽ നിന്നോ? വേണ്ട, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ഹലോ മിനിസ്റ്റർ, വീട്ടിലെത്തിയോന്നറിയാൻ വിളിച്ചതാ. എന്റെ മോൾ എവിടെ? എന്റെ അടുത്ത് സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അറിയിക്കാം. അതിനു മുൻപ് പോലീസുമായി കൂടിയാലോചിച്ച് മോളുടെ ജീവൻ അപകടത്തിലാക്കരുത്. സർ, കൽക്കട്ട പോലീസുമായിട്ട് നമുക്കൊന്ന്. താൻ ഇത് ഇനി കൊട്ടി ഘോഷിക്കണ്ട. പത്രക്കാരും ടിവിക്കാരും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തു കെട്ടി കെടുപ്പ. ഹലോ. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ വന്ന കോൾ ബോംബെ നിന്നാണ്. ഇത്തരം സംഘങ്ങൾ നോർത്തിൽ സർവ്വസാധാരണമാണ്. റാൻസം ഡിമാൻഡ് ചെയ്യും, ചിലപ്പോൾ കൊടുക്കേണ്ടിയും വരും. പോലീസിന്റെ നീക്കങ്ങൾ അവരറിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാണ് ആപത്ത് എന്ന് കരുതി പോലീസ് അന്വേഷിക്കേണ്ടതാണോ? അന്വേഷിക്കണം. മകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയതിനു ശേഷം മാത്രം.
ഹലോ, ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് 1 കോടി രൂപയാണ്, ക്യാഷ്. അത് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ കൈമാറണമെന്ന് അറിയിക്കാം. ഇത്രയും വലിയ തുക ഞാൻ അതിനാര് കൊടുക്കുന്നു സാർ ഈ തുക? ഇതാണ് പോലീസിന്റെ എടുത്തിയാട്ടം. ഒരു കുട്ടിയുടെ ജീവൻ പണയം വെച്ചിട്ടല്ല പോലീസിന്റെ എഫിഷ്യൻസി കാണിക്കേണ്ടത്. പണത്തിന്റെ കാര്യം ഓർത്ത് സാറ് വിഷമിക്കണ്ട, അത് ഞാൻ ശരിയാക്കി തരാം. ഇതേ ദൈവമായിട്ട് കൊണ്ടെത്തുന്ന അവസര. പണമെറിഞ്ഞാൽ വീഴാത്ത ആളാണ് സുധാകർ സാറിന് അറിയാലോ. റവന്യൂ മിനിസ്റ്റർ KK ബാലനോട് ഹോം മിനിസ്റ്റർ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. നിങ്ങളുടെ പട്ടയത്തിന്റെ കാര്യം പുഷ്പം പോലെ നടത്തിയെടുക്ക. അതിനുവേണ്ടി 2-3 കോടി മുടക്കാമെന്ന് സാറിന്റെ അച്ഛനെ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. സാർ ഈ നേരത്തെ ചില പോലീസുകാരുടെ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ തമ്പി സാറിനൊന്ന് വിളിക്കട്ടെ. ഹലോ തമ്പി സാറേ, ഞാനാ പുരുഷോത്തമൻ. അന്ന് പറഞ്ഞ പട്ടയത്തിന്റെ കാര്യമില്ലേ? നമസ്കാരം. ഇതില് 3 C ഉണ്ട്. 3 കോടി. അത്രയും ഞാൻ ചോദിച്ചില്ലല്ലോ. ആവശ്യം വന്നാ ഇരിക്കട്ടെന്ന്. വേണ്ടി വന്നില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാലോ. തമ്പി സാറിനെ കുറിച്ച് സാറിന് അറിയാൻ പറഞ്ഞാ നല്ലവനാ. ഈ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുമായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു പാവപ്പെട്ട കോടീശ്വരൻ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി, ഞാനൊന്ന് യാത്രയാക്കിട്ട് വരാം. എടോ എന്റെ പട്ടയത്തിന്റെ കാര്യം. മന്ത്രിയുടെ മോളെ പട്ടരയിലേക്ക് എടുക്കോ ഇല്ലെന്ന് പറയാൻ പറ്റുന്ന നേരത്തെ പട്ടയത്തിന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. അങ്ങനെ പോയാല എന്റെ കമ്മീഷന്റെ കാര്യം 3%. കാശ് ഇങ്ങോട്ട് കിട്ടിയതല്ല, അങ്ങോട്ട് കൊടുത്തതാ. അയ്യോ, മന്ത്രി ഇങ്ങാട് വാങ്ങിക്കുമ്പോഴാണ് സാർ നമുക്ക് കമ്മീഷൻ. ധാരാളാവേ. അത് മതി. എടാ, എന്തിനും ഏതിനും ഇടിച്ചു കയറി മന്ത്രിയുടെ കൂടെ നിന്നോണം. ഈ ബന്ധം തുറന്നു കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാ. മനസ്സിലായോ? വണ്ടി എടുക്കും.